ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ നാട്ടിലൊക്കെ കുൾഫി മുതൽ പായസത്തിൽ വരെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണല്ലോ ചൗവരി എന്നറിയപ്പെടുന്ന സബൂനരി, സാഗോ, സാബൂദന എന്നൊക്കെ അറിയപ്പെടുന്ന ചൗവരി. ഈ ചൗവരിയിൽ മായം കണ്ടെത്താൻ ഒരു എളുപ്പവഴിയുണ്ട് കേട്ടോ. എങ്ങനെയെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ പൂർണ്ണമായി കാണുന്നതോടെ മനസ്സിലാവും. അതല്ലാതെ ഈ സാബൂനരി എന്നറിയപ്പെടുന്ന ചൗവരി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് പറയുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ നാട്ടിലെ മരച്ചീനി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സബൂദന എന്നറിയപ്പെടുന്ന സാബുനരി ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലെ സാബുനരി എന്നാണ് ചൗവരിക്ക് പറയുന്നത്. അപ്പോൾ ചൗവരി സാബുനരി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ സംഭവം എന്ന് ആലോചിക്കണ്ട. നിങ്ങളുടെ നാട്ടിൽ അതിനെന്താ പറയുക എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അങ്ങനെ മരച്ചീനി എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ഗ്രൈൻഡറിലിട്ട് അതിനെ പാലാക്കി എടുക്കുകയാണ് അടുത്ത പ്രോസസ്സിങ്. നാച്ചുറലായിട്ടുള്ള ഈ പാലിനെ ഏതെങ്കിലും പരന്ന പ്രദേശത്ത് ഒഴിച്ചതിന് ശേഷം അതൊന്ന് ആ വെള്ളമെല്ലാം മുകളിൽ ഊറി നിൽക്കുന്ന രീതിയിൽ നിന്നതിന് ശേഷം ആ വെള്ളം ഒന്ന് വാർത്ത് കളയും. അപ്പോൾ അതിന് അവശേഷിക്കുന്ന ആ പൊടിയെയാണ് മെഷീനിലൊക്കെ ഇട്ട് ബോൾസ് രൂപത്തിലാക്കിയെടുക്കുകയാണ് ഈ ഒരു സാബുനരിനെ. അങ്ങനെ വീട്ടിലൊരു ദിവസം സാബുനരി വാങ്ങിയ സമയത്ത് അതിനെ നോക്കുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ രൂപത്തിലായിരുന്നു ഈ അരി നിൽക്കുന്നത്. പ്ലാസ്റ്റിക്കിന് എല്ലാം റൗണ്ട് ഷേപ്പല്ല, ചിലത് ക്രിസ്റ്റൽ രൂപമാണ്. കണ്ട പ്ലാസ്റ്റിക്കിൻ്റെ പീസസ് ആയി തോന്നിക്കുന്ന ഒരു രൂപം. അപ്പോൾ ഇതിനെ ഒരു പാനിലിട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് ഉരുകി പോകുമല്ലോ. അപ്പോൾ ആ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയായിരുന്നു ഞാൻ പാനിലേക്ക് ഇട്ടത്. ഇതാണ് ഞാൻ വാങ്ങിയെടുത്ത ഷോപ്പിൽ നിന്ന് ആദ്യം വാങ്ങി വച്ചിരുന്ന സാബുനരിയാട്ടത്. ഇത് നല്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നല്ല ഗ്ലാസ് ടൈപ്പിൽ വെന്ത് വരുമ്പോൾ ഉണ്ടാവുമല്ലേ. പക്ഷേ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ മറ്റേ സാബുനരിക്ക് വേവിച്ച് കഴിഞ്ഞപ്പോൾ ഒരു അരിയുടെ കളറിലാണ് വന്നത് കേട്ടോ, ഒരു വെള്ള കളറിൽ. ഇത് ഗ്ലാസ് ടൈപ്പ് കളറിലാണ് വരിക. അപ്പോൾ ഞാനത് എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പാനിലേക്ക് ഇട്ട് നോക്കി. അപ്പോൾ ഞാൻ ആദ്യം വാങ്ങി വെച്ച നല്ലതാണെന്ന് പറയുന്ന സാബുനരി പാനിലിട്ട് നോക്കുമ്പോൾ അത് കുറച്ച് നേരം ചിലത് മാത്രം ഒന്നിങ്ങനെ ഇളകി കളിച്ചു. ബാക്കി അത് അങ്ങനെ തന്നെ നിന്നിട്ട് താഴെ ഭാഗം കരിഞ്ഞു പോവുക ചെയ്തത്. അപ്പോൾ അതിലെ ഒരു മാറ്റങ്ങളും സംഭവിച്ചില്ല. അപ്പോൾ പിന്നെ ആ ഒരു ശുഷ്കാന്തിക്കും വേണ്ടിയിട്ട് ആദ്യത്തെ ഇപ്പോൾ വാങ്ങിയ സാബുനരി ഞാനൊന്ന് പാനിലേക്ക് ഇട്ട് നോക്കിയേ. ആ ഇട്ട സമയത്ത് അതിലുള്ള എല്ലാ അരികളും പെട്ടെന്ന് തന്നെ പൊട്ടി നമ്മൾ ഈ അരിയൊക്കെ വറുക്കുന്ന സമയത്ത് പൊതിർന്ന് നിന്ന അരി, ഉണങ്ങിയ ചോറ് കൊണ്ടുണ്ടാക്കിയ അരിയാണെങ്കിൽ പൊട്ടി വരുമല്ലോ, അതുപോലെ നമ്മുടെ ഈ ഉത്സവപ്പറമ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അരിപ്പൊരി പോലെ എല്ലാം പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾക്ക് കാണാം രണ്ടിൻ്റെയും ഡിഫറൻറ്റ്. ഇത് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ച വ്യാജൻ എന്ന് പറയുന്ന സാബുനരിയാണ്. അതിൻ്റെ ഡബിൾ വലുപ്പത്തിൽ അത് വളർന്നിട്ടുണ്ട്. ഇത് പഴയ സാബുനരി ആയിരുന്നു. ഇതാണ് പിന്നെയും ഒറിജിനാലിറ്റിയും തോന്നുന്നു, കാരണം അതിനൊരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല. വേവിക്കുന്ന സമയത്ത് അത് ഗ്ലാസ് ടൈപ്പിലാവുന്നുണ്ട്, കൂടാതെ നല്ല ടേസ്റ്റും വരുന്നുണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനത്തെ സാബുനരി എല്ലാം വാങ്ങാൻ ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മുടെ നാട്ടിൽ പല സാബുനരിയും കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നൊന്ന് അന്വേഷിക്കുക. കാരണം ഇതിൻ്റെ ഉറവിടം തമിഴ്നാട് ആ ഒരു പ്രദേശത്തു നിന്നാണ് തോന്നുന്നു. അപ്പോൾ മാക്സിമം നമ്മൾ കഴിക്കുന്ന ഫുഡ് അത് എന്തുകൊണ്ടാണെന്ന് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അറിയാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഈ വറുത്ത് വെച്ച സാബുനരി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, കാരണം അതിങ്ങനെ പൊരി പോലെ പൊരിഞ്ഞിരിക്കുകയാണ്. ആ അരിനേക്കാട്ടിലും ഡബിൾ സൈസിലും ഇത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് പൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് അറിയില്ല, കാരണം അത് പൊടിക്കുന്ന സമയത്ത് പ്രത്യേക ഒരു പൊടിയാണ്. നമ്മുടെ നുറുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു പൊരി പോലത്തുള്ളൊരു പൊരിയുടെ പൊടി പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തോ ഒരു സംഭവം കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാം. കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും അടിക്കാവുന്നതാണ്. Thank you for watching. Have a nice day.